ഗാനശുശ്രൂഷ നയിച്ച സിബിയും എല്ലാ സഹോദരിമാർക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് വളരെ സന്തോഷവാനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. കാരണം പല കുടുംബങ്ങൾ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന കുടുംബങ്ങളുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഇത് ഒരു അസുലഭ സന്ദർഭമായി ഞാൻ കാണുകയാണ്. എൻ്റെ കുടുംബം എല്ലാ ദിവസവും കാണുന്നതാണ്. അവർക്കും ബോറടിച്ചു തുടങ്ങി, എനിക്കും ബോറടിച്ചു തുടങ്ങി. അത് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കൽ വന്ന് കാണുന്ന എൻ്റെ KSC കേരള അഡ്വന്റിസ്റ്റ് കുടുംബം. ഞങ്ങളെല്ലാം വെള്ളിയാഴ്ചയും ഈ ആലയത്തിൽ കടന്നു വരും. ഞങ്ങളുടെ ദൂതുകൾ ശ്രവിക്കുകയും അതിനുശേഷം ഒത്തൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിഞ്ഞിട്ട് ഏകദേശം 11 മണിയോട് കൂടെയാണ് ഞങ്ങൾ തിരിച്ചു പോകുക. അത് കഴിഞ്ഞാൽ ആഴ്ചയിൽ 5 ദിവസം ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഫാമിലിയാണ് അല്ലന്നൂർ ഫാമിലി. ശകാരങ്ങളുണ്ട്, വഴക്കുണ്ട്, ദേഷ്യമുണ്ട്, സന്തോഷമുണ്ട്. ഇതിലെല്ലാം എന്നോടൊപ്പം നിന്ന് നയിക്കുന്ന ഒരു ഫുൾ ടീം ഇവിടെ തന്നെ ഉണ്ട്. വേണമെങ്കിൽ ഒരു അഡ്മിൻ കമ്മിറ്റി തന്നെ നമുക്ക് നടത്തുവാൻ സാധിക്കും. അല്ലന്നൂർ ഫാമിലി ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിവിധ കുടുംബങ്ങൾ പ്രതിദാനം ചെയ്യുന്ന ഈ ദിവസം നിങ്ങളെ അഭിമുഖീകരിക്കുവാൻ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് അതിൽ സന്തോഷമുണ്ട്. ഇവിടെ ദൈവവചനത്തിൽ നിന്ന് 1-2 വാക്യങ്ങൾ വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, രോഗിയുടെ പ്രാർത്ഥന. രോഗം എന്ന് പറയുന്നത് ജാതി മത വ്യത്യാസങ്ങളില്ലാതെ എല്ലാവർക്കും കിട്ടുന്ന ഒരു അനുഭവമാണ് രോഗം. അത് വലുതാകാം, ചെറുതാകാം. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ രോഗിയെക്കുറിച്ചും രോഗത്തെക്കുറിച്ചും എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ചെറുതായിട്ടൊന്ന് ശ്രമിക്കാവുന്നതാണ്. ഒന്ന്, രോഗിയുടെ മനസ്സ്. എനിക്ക് രോഗം വന്നാൽ നമ്മുടെ മനസ്സ് എപ്രകാരമായിരിക്കണം എന്നുള്ളതാണ്. വിശുദ്ധ യോഹന്നാന്റെ പുസ്തകം 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ, ജോൺ 5th chapter 6th verse. മതി, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? തീർച്ചയായിട്ടും അത് ചില സമയങ്ങളിൽ നമ്മുടെ ജീവിത ചക്രത്തിൽ വല്ലപ്പോഴും മാത്രമേ നമ്മൾ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് വിളിക്കാറുള്ളൂ. അതൊരു രോഗം വരുന്ന സമയത്താണ്. നമുക്ക് രോഗമില്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പ്രയാസങ്ങളില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ നമ്മൾ ദൈവത്തെ കൂടുതൽ അറിയുവാൻ നമുക്ക് സാധിക്കില്ല. അത് ഏത് മതവിശ്വാസത്തിൽപ്പെട്ടവരായിരുന്നാലും നാം എല്ലാം മറക്കും. കാരണം നമ്മൾ തിരക്കാകും. നമ്മുടെ കുടുംബം, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ഔദ്യോഗിക കാര്യങ്ങളിലെല്ലാം നാം പങ്കെടുക്കുമ്പോൾ മറന്നുപോകും. എന്നാൽ ഈ രോഗം വരുമ്പോൾ ഇവിടെ കർത്താവ് യേശുക്രിസ്തു അതിന്റെ കഥ വരുന്നത് ഇങ്ങനെയാണ്. ഒരു കുളത്തിനരികിൽ, ബെത്സദ കുളത്തിനരികിൽ 35 വർഷമായിട്ട് ഒരു രോഗി കിടക്കുന്നു. അതിന്റെ കഥ വരുന്നത്, എല്ലാ ദിവസവും രാവിലെ ഒരു ദൂതൻ വന്ന് ആ കുളം ഇങ്ങനെ കലക്കും. അപ്പോൾ ആദ്യം കുളത്തിൽ ഇറങ്ങുന്ന രോഗിക്ക് സൗഖ്യം ലഭിക്കും എന്നുള്ളതാണ്. എന്നാൽ ഈ മനുഷ്യൻ, ഈ രോഗിയായിട്ട് പക്ഷവാതം പിടിച്ചു കിടക്കുന്ന ഈ മനുഷ്യനെ കുളത്തിലേക്ക് എത്തിക്കുവാൻ അല്ലെങ്കിൽ ആദ്യം കുളത്തിലേക്ക് എത്തിക്കുവാൻ ആരുമില്ലാത്ത ഒരവസ്ഥയാണ്. ഇത് കർത്താവ് യേശുക്രിസ്തു അതുവഴി നടന്നു പോയപ്പോൾ ഈ രോഗിയെ കണ്ടു ചോദിച്ചു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? എനിക്ക് തോന്നുന്നു മനസ്സില്ലാത്തവരാരും കാണത്തില്ല. എനിക്കും നിങ്ങൾക്കും ഒരു രോഗം വന്നാൽ അത് സൗഖ്യമാകുവാനുള്ള മനസ്സുണ്ട്. അത് ദൈവവുമായിട്ട് അടുത്ത് വരുവാനുള്ള ഒരു സന്ദർഭമാണ്. വീണ്ടും ഞാൻ വേദപുസ്തകം പരിശോധിച്ചപ്പോൾ നമ്മുടെ പ്രാർത്ഥന, എങ്ങനെയുള്ള പ്രാർത്ഥന? ഞാൻ മാത്രം പ്രാർത്ഥിച്ചാൽ മതിയോ? അതല്ല, എന്നോടൊപ്പം നിൽക്കുന്നവർ, എന്നെ സ്നേഹിക്കുന്നവർ, എൻ്റെ കുടുംബത്തിലുള്ളവർ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നോക്കാം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19-ാം വാക്യം യോജിപ്പായിട്ടുള്ള ഒരു പ്രാർത്ഥനയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെയുള്ളതില് 2 പേരെങ്കിലും
പ്രാർത്ഥിച്ചാൽ, യാചിച്ചാൽ ദൈവം കേൾക്കും. അത് എപ്രകാരം യാചിക്കണമെന്നാണ് പറയുന്നത്? ഐകമത്യപ്പെട്ടിട്ടുള്ള പ്രാർത്ഥന. ഒരു 5 or 6 പേര് കൂടുന്നു, മിനിമം 2 പേരെങ്കിലും കൂടി അവരുടെ മനസ്സ് തമ്മിൽ യോജിച്ചുകൊണ്ട് ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ദൈവം, നാം വിശ്വസിക്കുന്ന ദൈവം ആ പ്രാർത്ഥന കേൾക്കും. ഇന്ന് ഇവിടെ നിന്ന് അത് പറയുവാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാനൊരു ജീവിക്കുന്ന ഒരു സാക്ഷിയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നു. ഇനി നാം പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് മെയിനായിട്ട് ഉണ്ടാകേണ്ട ഒരു ഫാക്ടർ? നമുക്ക് നോക്കാം. ജെയിംസ് 15th chapter verse 15. James 15th chapter 15 verse. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സുഹൃത്തിനോ നമ്മോടൊപ്പം ജോലി ചെയ്യുന്നവർക്കോ നാം സ്നേഹിക്കുന്നവർക്കോ ഒരു രോഗം വന്നാൽ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഞാൻ ആർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്, ദൈവം ആ മനുഷ്യന്, ആ വ്യക്തിക്ക് സൗഖ്യം കൊടുക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ദൈവം സൗഖ്യം, ദൈവം ആ പ്രാർത്ഥന കേൾക്കും, ഉറപ്പാണ്. അപ്പോൾ ഇവിടെ ചുരുക്കി പറഞ്ഞാൽ നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നാം പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ദൈവനാമത്തിൽ നാം പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നാം പ്രാർത്ഥിക്കുമ്പോൾ ഒരു രോഗിയായിരിക്കുന്നതിൻ്റെ മനസ്സ് നമുക്ക് സൗഖ്യം ലഭിക്കണം എന്നുള്ള ഒരു ആത്മാർത്ഥമായ മനസ്സോടുകൂടെ ഒരു രോഗി പ്രാർത്ഥിക്കണം. അതിനുശേഷം യോജിപ്പോടുകൂടെ, ഐകമത്യത്തോടുകൂടെ നാം ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്. സ്വർഗസ്ഥനായ ദൈവം തീർച്ചയായിട്ടും ആ പ്രാർത്ഥന കേൾക്കും. ഇനി നാം പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു വിശ്വാസം ഉണ്ടായിരിക്കും. നാം ഏതാവശ്യത്തിനാണോ പ്രാർത്ഥിക്കുന്നത് ആ വിശ്വാസം, ആർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ രോഗത്തെക്കുറിച്ചാണ് പറയുന്നത്, ആ രോഗിക്ക് ഒരു സൗഖ്യം ലഭിക്കണം എന്നുള്ളതായ രീതിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നാം എത്ര പ്രാർത്ഥിച്ചാലും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ഇടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്നതായ, നമുക്കറിയാം, സിദ്ദിഖ, നമുക്ക് പേരൻ്റാണ് സിദ്ദിഖ. ഞാൻ രോഗിയായിരുന്നു, ഞാൻ വീട്ടിലായിരുന്നപ്പോൾ എന്നെ കാണാൻ വന്നു. അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, സാർ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അത് അളന്ന് അത് ട്യൂൺ ചെയ്ത് പ്രോഗ്രാം ചെയ്തിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു അല്ലെങ്കിൽ അള്ളാഹു, നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരൻ, നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരൻ, നമ്മുടെ ജീവിതം മുഴുവനും അത് പ്രോഗ്രാംഡ് ആണ്. ഈ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ദൈവം പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ആ ഒരു ജീവിതത്തെ മാറ്റുവാൻ പ്രാർത്ഥനയ്ക്ക് മാത്രമേ സാധിക്കൂ. ദൈവനാമത്തിൽ മാത്രം ഉണ്ടാകട്ടെ. എത്ര ശരിയാണ് ഞാൻ ഓർക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പല രാജ്യങ്ങളിലുള്ള ആളുകളുണ്ടായിരുന്നു. അവരുടെ കണ്ണുനീരുടെ പ്രാർത്ഥനയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ സന്തോഷത്തോടെ നിൽക്കുവാൻ എനിക്ക് സാധിച്ചത്. രോഗിക്ക് വേണ്ടി ഞാൻ എൻ്റെ മനസ്സോട് ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്നോടൊപ്പമുള്ളവർ പ്രാർത്ഥിക്കുന്നു. അത് മാത്രം മതിയോ? അവസാനമായിട്ട് ഒരു വാക്യം കൂടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 103-ാമത്തെ അധ്യായം 2-ാം വാക്യം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. എനിക്ക് ലഭിച്ച ഉപകാരങ്ങൾ ഈ സമയം ഞാൻ ദൈവസന്നിധിയിൽ ഞാൻ നന്ദിയോടെ ഞാനത് അർപ്പിക്കുകയാണ്. ഇന്ന് എന്നെ പ്രതിദാനം ചെയ്ത എൻ്റെ 3 കുടുംബങ്ങളുടെ ആൾക്കാരുടെ മുന്നിൽ ദൈവം എനിക്ക് തന്ന അനുഗ്രഹം, എനിക്ക് ദൈവം തന്ന ആ സൗഖ്യത്തെ ഞാൻ ദൈവസന്നിധിയിൽ ഞാൻ ഉപകാരത്തോടുകൂടെ, നന്ദിയോടുകൂടെ സ്മരിക്കുകയാണ്. നാം എല്ലാവരും ഈ ലോകത്ത് ജീവിക്കുന്നവരാണ്. നാം പരസ്പരം ബന്ധപ്പെടുന്നവരാണ്.
ദൈവത്തോട് നാം നന്ദി പറഞ്ഞാൽ എനിക്ക് തോന്നിയത് മാത്രം പറ്റില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അനേകായിരങ്ങൾ, എനിക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കിയ അനേകായിരങ്ങൾ അവരുടെ മുന്നിൽ ദൈവസന്നിധിയിൽ അവർക്കും കൂടി ഞാൻ എൻ്റെ ഹൃദയംഗമായ നന്ദി ഞാൻ പറഞ്ഞില്ല എങ്കിൽ ഞാനൊരു ഏറ്റുവാങ്ങിയ എനിക്ക് തന്ന ആ സ്നേഹത്തിന് എനിക്ക് മറിച്ചു കൊടുക്കുവാൻ ദൈവസന്നിധിയിലേക്ക് നന്ദി ദൈവത്തിൻ്റെ സന്നിധിയിൽ എനിക്ക് അവരോട് എല്ലാവരോടും നന്ദി പറയുക എന്ന് മാത്രമല്ല. എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ, എൻ്റെ മകൻ, എന്നെ നോക്കിയ രീതി, ആദ്യമായിട്ട് എൻ്റെ അസുഖം അറിഞ്ഞപ്പോൾ എൻ്റെ മകനാണ് എന്നോട് വിളിച്ച് പറയുന്നത്. ആ ഒരു 2-3 മണിക്കൂറിൽ മാത്രമേ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നുള്ളൂ. അത് കഴിഞ്ഞ് അന്ന് രാത്രി ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ നീ എനിക്ക് എന്തിനു ഈ ലോകം തന്നു എന്നെനിക്ക് ദൈവത്തിന് ചോദിക്കാൻ പാടില്ല. ഒരിക്കലും നമുക്ക് ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. ദൈവത്തിനൊരു പ്രോഗ്രാമുണ്ട്. ഞാനന്ന് പ്രാർത്ഥിച്ചു, എനിക്കിത് താങ്ങുവാനുള്ളൊരു ശക്തി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. ദൈവം ആ ദിവസം മുതൽ അടുത്ത ദിവസം ഞാൻ സന്തോഷത്തോടു കൂടെയാണ് എൻ്റെ ലോകത്തെ, എൻ്റെ ജനങ്ങളെ, ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ മാതാവ്, എൻ്റെ കുടുംബത്തെയും എല്ലാവരെയും ഞാൻ ഫേസ് ചെയ്തു. അതിനുള്ളൊരു ധൈര്യം എനിക്ക് ദൈവം അന്ന് മുതൽ ഇന്ന് വരെയും എനിക്ക് തന്നു എന്നുള്ളതാണ്. കാരണം ആ ധൈര്യത്തോടു കൂടെ മാത്രമേ ഇത്രയും ഭയാനകമായ, ആളുകൾ പറയുന്ന ഭയാനകമായ ഒരു രോഗത്തെ ഫേസ് ചെയ്യാൻ സാധിക്കും. അതിനുള്ള ഒരു ധൈര്യം എനിക്ക് ദൈവം തന്നു എന്നുള്ളതാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനിവിടെ എൻ്റെ അനുഭവം വിവരിക്കുമ്പോൾ ആരുടെ എല്ലാം പേരും ഞാൻ എടുത്തു പറയുന്നു, അവർക്കെല്ലാം ഞാൻ നന്ദി പറയുന്നു എന്നുകൂടെ ദൈവം ഞാൻ അത് പറയുകയാണ്. കാരണം ഒരുപാട് പേരോട് എനിക്ക് നന്ദി പറയണം. നന്ദി പറഞ്ഞില്ല എങ്കിൽ അത് ശരിയല്ല. ഞാൻ ഈ ഒരു അസുഖം മനസ്സിലാക്കിയതിന് ശേഷം അതിനെ ഏത് രീതിയിൽ നേരിടണം എന്ന് ഞാൻ തന്നെ അങ്ങ് തീരുമാനിച്ചു. ആദ്യം തീരുമാനിച്ചത് ധൈര്യത്തോടെ നേരിടുക എന്നുള്ളതാണ്. അതെനിക്ക് സാധിച്ചു. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ KSC ഫാമിലി ഉണ്ടായിരുന്നു. ആദ്യം മുതൽ അവസാനം വരെയും അവരോടൊപ്പം അവരായിരുന്നു എൻ്റെ ഊർജം, അവരായിരുന്നു എൻ്റെ സപ്പോർട്ട്, അവരായിരുന്നു എനിക്ക് തന്ന ധൈര്യം എൻ്റെ കുടുംബം കഴിഞ്ഞാൽ. അതിനുശേഷം ഞാൻ എൻ്റെ അല്ലമീർ ഫാമിലിയിൽ വളരെ വൈകിയാണ് ഈ വിവരം ഞാൻ അറിയിക്കുന്നത്. ഞാനിത് പറയുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. അത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസമുണ്ടെങ്കിൽ അതിനെ നമ്മൾ നിസ്സാരമായിട്ട് കാണണം. അത് നിസ്സാരമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് രോഗം വരുന്നത് എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. അത് എൻ്റെ അനുഭവം വെച്ച് പറയുകയാണ്. 1-2 തുള്ളി രക്തമായിരുന്നു എനിക്ക് ആദ്യം എൻ്റെ സ്റ്റൂളിൽ കൂടെ പോയത്. ആദ്യം ഞാൻ വെച്ച് എന്തെങ്കിലും കുരുക്കളായിരിക്കും പോട്ടെ. 1 ആഴ്ച 2 ആഴ്ച കഴിഞ്ഞു. എന്നിട്ട് ഞാനിങ്ങനെ വായിച്ചു, ഇത് കണ്ട് മാറുന്നില്ലല്ലോ. അങ്ങനെ എൻ്റെ ഭക്ഷണക്രമവും തെറ്റി. ഞാൻ US വിസിറ്റിന് പോയപ്പോൾ ഭക്ഷണക്രമവും തെറ്റി. തിരിച്ച് നേരെ കേരളത്തിൽ വന്നിട്ട് ആദ്യം ചെന്ന് ഞാൻ എൻ്റെ രോഗത്തെയൊക്കെ പറഞ്ഞു. ഡോക്ടർ നല്ല സന്തോഷമായി. എല്ലാ ടെസ്റ്റുകളും നടത്തി, സകല ടെസ്റ്റും ഡോക്ടർ നടത്തി. പക്ഷേ നടത്തേണ്ട ഒരു ടെസ്റ്റ് മാത്രം നടത്തിയില്ല. എന്നിട്ട് ഏകദേശം ഒരു ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഏകദേശം പകുതി ഭക്ഷണത്തിലുള്ള ടാബ്ലറ്റ്സ് എടുത്തെന്നാണ് ഞാൻ വന്നത്. ആ ടാബ്ലറ്റ്സ് എല്ലാം കഴിച്ചു തുടങ്ങി. ഇവർ 3 മാസത്തേക്കുള്ള ടാബ്ലറ്റ്സ് ഞാൻ 1 മാസം കഴിച്ചിട്ടും വീണ്ടും ഞാൻ പരിശോധിച്ചു, ബ്ലഡ് അങ്ങനെ കുരുവാണെങ്കിൽ അത് ഒന്നിൽ കൂടണം അല്ലെങ്കിൽ പറയണം, ഒന്നും നിൽക്കുന്നില്ലല്ലോ. എന്നാൽ ബ്ലഡിൻ്റെ ആ പോക്ക് അത് വളരെ കൂടുന്നില്ല, കുറയുന്നുമില്ല. ഈ ടെസ്റ്റ് നടത്തിയിട്ട് എല്ലാ അവയവങ്ങളും ഓക്കെയാണ്. ഹൃദയം വളരെ ക്ലിയർ, കിഡ്നി, ലങ്സ്, എല്ലാ ടെസ്റ്റും എല്ലാം ഓക്കെയാണ്. ഓക്കെ. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടു, വളരെ ഫ്രീ ആയിട്ട് സുഹൃത്തിനെ കണ്ടു. സുഹൃത്ത് പറഞ്ഞു, ഒരു ടെസ്റ്റ് എനിക്ക് ഓഫർ ചെയ്തു, ആ ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ ട്രിവാൻഡ്രത്ത് പോയി ഈ ടെസ്റ്റ് നടത്തി. അപ്പോൾ എൻ്റെ മകൻ ലീവിന് ഇവിടെയുണ്ട്. അവനെ മാത്രം ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞ്, ഫാദർ ദുബൈയിൽ വിടരുത്, ബയോപ്സി ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങോട്ട് പോയ മോൻ്റെ മുഖമല്ല തിരിച്ചു വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി. ഞാൻ അവനോടൊന്നും ചോദിച്ചില്ല. ഞാൻ പറഞ്ഞു, അന്ന്
അത് കഴിഞ്ഞാൽ ഞാൻ നേരെ എയർപോർട്ടിലാണ് പോയിരുന്നത്. ഞാൻ നേരത്തെ വന്നു, ഇത് പറഞ്ഞു കഴിഞ്ഞ് വീണ്ടും ഈ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് എൻ്റെ മകനാണ് എനിക്ക് ആദ്യം തരുന്നത്. അതെല്ലാം ഓക്കെ. അപ്പം ഞാൻ രാജസാറിന് പറയുന്നത് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, എന്തായിരുന്നാലും ഞാനത് സ്വീകരിച്ചിരിക്കുകയാണ്, ദൈവം തന്നതാണ്. അപ്പോൾ പിന്നെ സാറിന് പ്രാർത്ഥിക്കാൻ പ്രയാസം തരും. സാറ് പറഞ്ഞു ആ ഗിഫ്റ്റ് തന്നെ അങ്ങ് എടുത്തു മാറ്റണേ എന്നുള്ളതാണ് പിന്നെ സാറ് പ്രാർത്ഥിച്ചത് എനിക്ക് വേണ്ടി. അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് ഏത് ചെറിയ രോഗമാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ വളരെ കോഷ്യസ് ആയിരിക്കും. അത് എനിക്ക് ഉള്ള അനുഭവം എനിക്ക് നിങ്ങളുടെ പറയാനുള്ള ഒരു കാര്യമാണ്. ഈ ടെസ്റ്റ് കഴിഞ്ഞ ഞാൻ റോഡിൽ നിന്ന് മോനത് പറഞ്ഞു ഡോക്ടർ മുന്നിൽ ഇരുന്നപ്പോഴാണ് എനിക്ക് മെസ്സേജ് വരുന്നത്, അതെല്ലാം പോസിറ്റീവാണ്, കുറച്ച് സമയം എനിക്ക് കണ്ണൊന്നും കണ്ടുകൂടായിരുന്നു. അപ്പം എന്നെ ഡോക്ടർ ഒരു ഡ്രൈവർ അറേഞ്ച് ചെയ്ത് എനിക്ക് വാഹനം അറേഞ്ച് ചെയ്ത് എൻ്റെ വാഹനം ഓടിച്ച് എൻ്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ട് എത്തിച്ചു. ഞാൻ ആദ്യം വിളിച്ചത് സേഫ്ദിൻ എനിക്കൊന്ന് കാണണം. അപ്പോൾ എപ്പോഴും എൻ്റെ വലം കൈയായിട്ട് നിൽക്കുന്ന ഒരാളാണ്. സേഫിനോട് പറഞ്ഞാൽ എനിക്ക് ഇവിടെ സംസാരിക്കുന്നത്, പിന്നെ ഞങ്ങളുടെ സംസാരം മുഴുവനും ഡിസ്കഷനും മറ്റ് കാര്യങ്ങളെല്ലാം നടക്കുന്ന സ്കൂളിലാണ്, മനസ്സമാധാനത്തോടെ ഇരിക്കാൻ. അപ്പോൾ എനിക്കൊരു ആഗ്രഹം മാത്രം ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ ഭാര്യ ലാസ്റ്റിൽ അറിയാവൂ എന്നുള്ളത്. അത് ഒരു പരിധിവരെ എനിക്ക് വിജയിച്ചെന്ന് തോന്നുന്നു. അത് അപ്പം ഞാനും മക്കളും ഇതിനെക്കുറിച്ച് സംസാരിച്ചു, സൈഫുദ്ദീൻ സാറും ആയിട്ട് സംസാരിച്ചു, പിന്നെ എന്നോടൊപ്പമുള്ള മിസ്റ്റർ നൗഷാദ് ഇവരോടൊക്കെ സംസാരിച്ചു. ഈ വിവരം സൈഫുദ്ദീനോട് പറഞ്ഞ ശേഷം ആദ്യം ഞാൻ ഫോൺ ചെയ്യുന്നത് മിസ്സസ് ലതയ്ക്കാണ്. നമ്മുടെ ലത എനിക്കിങ്ങനെ രോഗമുണ്ട് എന്ന് പറയും. ഇതേ മാത്രം പറയുള്ളൂ, പിന്നെ അവിടെ ശബ്ദമൊന്നുമില്ല. ഒരു 5 മിനിറ്റ് അങ്ങനെ ശബ്ദമില്ലാതെ ഫോണിൽ നിൽക്കുകയായിരുന്നു. അങ്ങനെ വിളിച്ചു. അപ്പോൾ സൈഫുദ്ദീൻ സാറിനൊരു സ്വഭാവമുണ്ട്, കിട്ടിക്കഴിഞ്ഞ് കംപ്ലീറ്റ് പഠിക്കും. അതിൻ്റെ A-Z പുള്ളി ഇരുന്ന് പഠിക്കും. കഴിഞ്ഞ് ഞാൻ നോക്കി, ദൈവമേ എന്താണ് ഞാൻ സൈഫുദ്ദീൻ നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണണം, ഡോക്ടറെ ഉപദേശം എടുക്കണം. അപ്പോൾ പിന്നെ എനിക്ക് കിട്ടുന്ന ലീഗൽ അഡ്വൈസ് എന്ന് പറയുന്ന എല്ലാം മിസ്റ്റർ സൈഫുദ്ദീൻ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സൈഫുദ്ദീൻ സാർ അത് ഒരാളല്ല, പല ഡോക്ടേഴ്സിനെ കാണുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഞാനും എൻ്റെ അച്ഛനോട് പറഞ്ഞു, അനുജത്തി ഞാനും സൈഫുദ്ദീനും സാലിയുമായിട്ട് ദുബൈയിലെ ഹോസ്പിറ്റലിൽ അൽസറ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്ന് അദ്ദേഹം ഡ്രോയിങ് എല്ലാം വരച്ച് എവിടെയാണ് വിഷയം എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. എൻ്റെ കുടലിൻ്റെ അവസാന ഭാഗത്താണ് ഈ വിഷയം വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് സകല ടെസ്റ്റും നോക്കിയിട്ടൊന്നും കാണാത്തത്. പിന്നെ കൊളനോസ്കോപ്പി എന്ന് പറയുന്ന ഒരു ടെസ്റ്റിലാണ് ഇവനെ കണ്ടുപിടിച്ചത്. അദ്ദേഹം പറഞ്ഞു ഓക്കെ എല്ലാ കാര്യങ്ങളും സർജറിക്ക് മാത്രം 1.5 ലക്ഷം ദിർഹംസ് ആവുമെന്ന് പറഞ്ഞു. സന്തോഷം. അദ്ദേഹത്തിന് തിരിച്ചു വന്നു. പിന്നെ ഞങ്ങൾ പഠിക്കുകയാണ് എന്താണ് ഇത്, എന്ത് ചെയ്യണം, ഏത് രീതിയിലാണ് ഇതിനെക്കുറിച്ച് എന്താ വിഷയങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ മിസ്റ്റർ നൗഷാദിനോട് പറഞ്ഞു ഇനി സ്കൂൾ കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ പേഴ്സണൽ കാര്യങ്ങളുള്ളപ്പോൾ സ്കൂൾ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നോടൊപ്പം നിൽക്കുന്ന നൗഷാദ്, ലത, സൈഫുദ്ദീൻ ഈ ഇങ്ങനെയുള്ള ഹൈ സർക്കിളുള്ള ആൾക്കാർക്ക് മാത്രം പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ സൈഫുദ്ദീനും ഇതിനെക്കുറിച്ച് പഠിച്ചു എന്താണ് എവിടെ ട്രീറ്റ്മെൻറ്റ് നടത്താമെന്നുള്ളതാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് മകളും പറഞ്ഞു, സണ്ണിലോയും മകളും പറഞ്ഞു നേരെ ഡൽഹിയിൽ പോകാമെന്ന് പറഞ്ഞു. പിന്നെ ഡൽഹിക്ക് പറക്കുകയാണ്. ഡൽഹിക്ക് പറന്ന് അവിടെ നടത്താവുന്ന എല്ലാ ടെസ്റ്റുകളും നടത്തി. ഇവിടെ ഏകദേശം 20,000-ഓളം ദിർഹംസ് വരുമെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് അവിടെ ചെന്നതെല്ലാം ഫ്രീ ആയിട്ട് ചെയ്തു. അത് കഴിഞ്ഞ് നേരെ ഒന്നുകൂടെ അവിടുത്തെ 3 ഡോക്ടേഴ്സുമായിട്ട് ഞാൻ കൺസൾട്ട് ചെയ്തു. അവരെല്ലാവരും പറയുന്നത് സർജറിയാണ് നല്ലത് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നേരെ ഞാൻ കൊച്ചിക്ക് പറഞ്ഞു. ഈ സമയത്തൊന്നും എന്നോടൊപ്പം നിൽക്കേണ്ട എൻ്റെ ഭാര്യയ്ക്ക് ഇക്കാര്യത്തിലൊന്നും ഒരു നിശ്ചയമില്ല, എന്തോ ചെറിയ രോഗമുണ്ട്, അത് സർജറി കഴിയണമെന്നുള്ളതാണ്. ഞാൻ കൊച്ചിക്ക് പോയി ഡോക്ടർ ഗംഗാധരനെ കണ്ടു, അദ്ദേഹവും കൺഫേം ചെയ്തു. വീണ്ടും ഞാൻ എൻ്റെ വിസ കാലാവധി തീർന്ന് ഞാൻ തിരിച്ചിവിടെ വന്നു. ഏതായാലും ഞങ്ങൾക്ക് അവൻ്റെ സ്കൂളിൽ അങ്ങനത്തെ ഗുണമുണ്ട്, എൻ്റെ വാഹനം ഉണ്ടോ എന്ന് ആദ്യം ടീച്ചേഴ്സ് നോക്കും. വാഹനം ഉണ്ടെങ്കിൽ പ്രിൻസിപ്പളുടെ ഉണ്ട്, വാഹനം ഇല്ലെങ്കിൽ പിന്നെ അവർ ഫ്രീ ആണ്. പിന്നെ വലിയ രസമാണ് കാര്യങ്ങൾ. പ്രിൻസിപ്പൾ ഇല്ലല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ഇവർ നോക്കി വാഹനമില്ല, ഏതൊരു സാറ് ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് CBSE ആവശ്യമായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ. ഞാനതൊന്നും പറഞ്ഞില്ല, ഇവരുടെയൊക്കെ മാത്രമേ ഞാൻ ചർച്ച ചെയ്തുള്ളൂ. അവസാനമാണ് ഡോക്ടറെ അടുത്ത് പോയപ്പോൾ സാലിക്ക് കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ അവർക്കും അതൊരു പെട്ടെന്നല്ലാത്തത് കൊണ്ട് ഒരു ഷോക്കായിട്ട് വന്നില്ല, അതെല്ലാം ഓക്കെ ആയി.
വീണ്ടും പിന്നെ ഞാൻ വളരെ ആത്മധൈര്യത്തോടു കൂടെയാണ് അത് ഫേസ് ചെയ്തത്. അപ്പോൾ ഏറ്റവും ആരംഭ ഘട്ടത്തിലായിരുന്നു. വെരി സ്റ്റാർട്ടിങ് സ്റ്റേജ്. അതാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു, ഏതൊരു കാര്യവും എന്തെങ്കിലും ഒരു ശരീരത്തിൽ ഒരു വ്യത്യാസം നമുക്ക് കാണുന്നുവെങ്കിൽ അതിന് സീരിയസ് ആയിട്ട് നാം കണ്ടിരിക്കണം എന്ന് പറയുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇവനിങ്ങനെ സഞ്ചരിക്കുകയാണ്, ഇവനെ പിടിച്ചു നിർത്തുക എന്നുള്ള അത്യാവശ്യം. അങ്ങനെ ഇരുന്നാണ് എന്നോടൊപ്പം ഉള്ള മിസ്സസ് കെൻ. ആള് വളരെ വൈബ്രൻ്റ് ആണ്. ഏത് കാര്യം ഒരിക്കൽ കിട്ടിയാൽ മതി, പിന്നെ ആ കാര്യങ്ങൾ അതിൻ്റെ അവസാനം കാണുന്നവരെ പിന്മാറില്ല. സോ ഈ വിഷയം അടുത്തൊരാളിലേക്ക് ഞാൻ കൊടുത്തു, കെൻ. അപ്പോൾ വീണ്ടും വർക്ക് ചെയ്യേണ്ട ഒഫീഷ്യൽ കാര്യങ്ങളെല്ലാം ലതയും നൗഷാദുമായിട്ട് ചെയ്യുന്നു. എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ സൈഫുദ്ദീൻ കെൻ്റെ. ഈ റിപ്പോർട്ടുകളെല്ലാം ഏകദേശം ഒരു ഫയൽ നിറച്ച് റിപ്പോർട്ടുകളുണ്ട്. ഈ റിപ്പോർട്ടുകളെല്ലാം എടുത്തിട്ട് ഏത് ഹോസ്പിറ്റലാണ് സർജറി നടത്തണം എന്നുള്ള ചിന്തയായി. അത് എന്ത് സർജറി നടത്തണം എന്നുള്ളതിനെ കുറിച്ചുള്ള എനിക്ക് അഡ്വൈസ് ചെയ്ത് മിസ്റ്റർ സൈഫുദ്ദീൻ അഡ്വൈസ് ചെയ്തു. സാർ, ഇപ്പോഴത്തെ ഒരു സർജറി ഉണ്ട്, അത് റോബോട്ടിക് സർജറിയാണ്. റോബോട്ടിക് സർജറി എവിടെയുണ്ട്? അത് ഇന്ത്യയിൽ 3 ഹോസ്പിറ്റലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇൻഷുറൻസ് പ്ലാനുമായിട്ട് നോക്കി. കാരണം ഇൻഷുറൻസിനെ കുറിച്ച് എനിക്ക് യാതൊന്നും അറിയില്ല, പ്ലാനിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയില്ല. പക്ഷെ അത് ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങളുടെ പ്രൈവറ്റായിട്ട് എടുത്ത ഒരു ഇൻഷുറൻസിൽ അത് ചെയ്തത് മിസ്റ്റർ സൈഫുദ്ദീനാണ്. ആ ഇൻഷുറൻസ് എന്തൊക്കെ ബെനിഫിറ്റ് എവിടെയെല്ലാം ഉണ്ടെന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷം വളരെ 800 സംതിങ് ദിർഹംസ് ആയിട്ടുള്ള ആ ഇൻഷുറൻസ് എടുത്തു. അപ്പോൾ ഇൻഷുറൻസ് അതാണ് ഞാൻ ഇവിടെ വന്നിട്ട് നോക്കിയപ്പോൾ ഏകദേശം 400ഓളം ഹോസ്പിറ്റലുമായിട്ട് ഈ ഇൻഷുറൻസ് കണക്റ്റഡ് ആണ് ഇന്ത്യയിൽ. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ റോബോട്ടിക് സർജറി എന്താണെന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്ന ഞാനല്ല, അതൊക്കെ മിസ്റ്റർ സൈഫുദ്ദീൻ പഠിച്ചു തുടങ്ങി. 3 ഹോസ്പിറ്റലേ ഇന്ത്യയിലുള്ളൂ. ഒന്ന് അപ്പോളോ ചെന്നൈ, പിന്നെ അപ്പോളോ ഹൈദരാബാദ്, പിന്നെ ഡൽഹിയിൽ ഒരു ഹോസ്പിറ്റൽ. അപ്പോൾ ഭാഗ്യത്തിന് മാച്ച് ചെയ്തപ്പോൾ അപ്പോളോ ഹോസ്പിറ്റലിലെ ഇൻഷുറൻസ് കവറേജാണ്. പിന്നെ അടുത്ത റോളെല്ലാം മിസ്സസ് കെന്നാണ് ചെയ്തത്. സകല റിപ്പോർട്ടും അപ്പോളോ ഹോസ്പിറ്റലിലെ ഡയറക്ടറുടെ മകൾ, ഹോസ്പിറ്റലിൻ്റെ ഓണറിൻ്റെ മകൾക്ക് അയച്ചു. ഇതെല്ലാം ഫ്ലാഷ് ബാക്ക് ആണ്. എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. അതാണ് ഐ ആം സോ ഹാപ്പി, ഐ ആം ബ്ലെസ്ഡ്, ഐ ആം പ്രൊട്ടക്റ്റഡ് വിത്ത് ഓൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പീപ്പിൾ, ദോസ് ഹു ക്യാൻ ഹെൽപ്പ് മീ ഇൻ ഡിഫറെൻറ്റ് വേസ്. എൻ്റെ KSC ഫാമിലി എനിക്ക് വേണ്ടി ആത്മധൈര്യം തരുന്നു. പ്രാർത്ഥനയിൽ അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നു. അല്ലമീർ ഫാമിലിയിൽ എൻ്റെ ഒഫീഷ്യൽ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് ചെയ്യാനൊരു ടീം, എൻ്റെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ എൻ്റെ മെഡിക്കൽ ഇഷ്യൂസ് ലീഡ് ചെയ്യാനായിട്ടും കൺട്രോൾ ചെയ്യാനായിട്ടും അതിനെ ഡയറക്റ്റ് ചെയ്യാനായിട്ടും ഒരു ടീം. അങ്ങനെ മിസ്സസ് കെൻ, മിസ്സസ് പ്രീതി, ഡോക്ടർ പ്രീതി റെഡ്ഡി, ഡോക്ടർ റെഡ്ഡിയാണ് ചെയർമാൻ, അവരുടെ മകൾക്ക് അയച്ചു കൊടുത്തു. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഈ റിപ്പോർട്ടുകളെല്ലാം ആ ഡോക്ടർക്ക് പഠിച്ചു പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തു ഒക്ടോബർ 31 ഞാൻ തിരിച്ച് ചെന്നൈക്ക് പോകും, അവിടെ അഡ്മിറ്റ് ആകും എന്നുള്ളതായിരുന്നു തീരുമാനം. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉറക്കമില്ലാതെ വന്ന ഒരു 11 ദിവസങ്ങളുണ്ട്. ഞാൻ എൻ്റെ രോഗത്തെക്കുറിച്ച് പഠിച്ചു. ഈ രോഗം ഇങ്ങനെ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നതെന്ന്, കാരണം അതിങ്ങനെ സെൽസ് യാത്ര ചെയ്യുകയാണ്. ഈ 11 ദിവസം അത് കാരണം ഡോക്ടർ ഈ റിപ്പോർട്ടെല്ലാം പഠിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. ഡോക്ടർ UK പോയി. ഈ ഡയറക്ടർ വിളിച്ച് ഈ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ആ ഡോക്ടർക്ക് തന്നെ എന്നെ ട്രീറ്റ് ചെയ്യണം. അത് അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനം. എനിക്കൊന്ന് ഒരു ഹയർ ഓണർ വിളിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന ഇതായിരിക്കണം. അപ്പോൾ അവർക്കറിയാം ഇതൊരു സീരിയസ് അല്ല എന്നുള്ളത്. പക്ഷെ ഒരു പേഷ്യൻ്റ് എന്നുള്ള നിലയിൽ എനിക്ക് സമാധാനമില്ല. കാരണം കുറേ നേരം ഞാൻ സമാധാനപ്പെടും, എന്നെ ആശ്വസിപ്പിക്കും. ലത വിളിച്ച് പറയുന്നു, മകൾ അവിടെ നിന്ന് വിളിക്കുന്നു, ലതയും ഇവരൊക്കെ ഇടപെട്ടിട്ട് നോക്കാൻ. കാരണം നവംബർ 1 മുതൽ 11-ാം തീയതി വരെയുള്ള ദിവസമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ. കാരണം അടുത്തത് എന്താണ് എന്നുള്ളത് ഉറക്കമില്ല. അടുത്ത് കിടക്കുന്ന എൻ്റെ ഭാര്യയോട് എനിക്ക് ഈ കാര്യം പറഞ്ഞൊന്ന് ആശ്വസിപ്പിക്കാൻ നിവർത്തിയില്ല. ഞാൻ ആരുമായിട്ട് ഷെയർ ചെയ്തില്ല. ആ ഒരു 11 ദിവസമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ
ടെൻഷൻ വന്നിട്ടുള്ളത്. അങ്ങനെ 11-ാം തീയതി അവിടെ പോയി. 12-ാം തീയതി ഞാൻ അഡ്മിറ്റായി. ഡോക്ടർ എയർപോർട്ട് നേരെ വന്നത് ഹോസ്പിറ്റലാണ്. പറഞ്ഞത് റിപ്പോർട്ടും ഒന്ന് നിങ്ങൾ എടുക്കുക, നിങ്ങൾ ഫയലൊന്നും എടുക്കേണ്ട, നിങ്ങൾ നേരെ അവിടെ വന്നാൽ മതി എന്ന് ഡോക്ടർ പറയുന്നു. ഞാൻ മനസ്സിലാക്കിയ ജസ്റ്റ് ലൈക്ക് എ VIP പേഴ്സൺ. അപ്പോൾ ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് പറഞ്ഞപ്പോഴുണ്ട്, ജയലളിതയെ കൊന്ന ഹോസ്പിറ്റലല്ലേ എന്നുള്ളതാണ് ആദ്യത്തെ കമൻറ്റ്. അപ്പോൾ പിന്നെ 1-2 പേരൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് പറയാനില്ല, അവരെല്ലാം വിചാരിക്കും ഇത് സാധാരണ അതൊക്കെ ഒരു അർത്ഥമുണ്ട്. ജയലളിതയെ കൊല്ലാക്കി പിന്നെ ജേക്കബ് സാറിനെ കൊല്ലാൻ വലിയ താമസമൊന്നും ഇല്ലല്ലോ. ഞാനത് കുറച്ചു. അതൊക്കെ ദൈവം തീരുമാനിക്കുന്നതാണ്. ഐ ഹാവ് ടേക്കൻ എ വെരി സ്ട്രോങ് ഡിസിഷൻ. ഞാൻ പറയാം, അതെ അത് തന്നെയാണ് ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിൽ തന്നെയാണ് പോകുന്നത്. അവിടെ ചെന്നു. ഡോക്ടർ എന്തുമാത്രം ഇത് പഠിച്ചു എന്നുള്ളതിനെ കുറിച്ച് ഒരു അറിവാണ് എനിക്ക് അവിടെ ചെയ്തത്. ഞാൻ എൻ്റെ മകളിവിടെയുണ്ട്. മകളവിടെ നിന്ന് വന്നു. മകള് ഫയൽ ഇങ്ങനെ ഓരോന്ന് ഫയൽ ഇങ്ങനെ എടുത്ത് എനിക്ക് ഒന്ന് കാണിക്കാനായിട്ട്. വേണ്ട, പുള്ളി മൊബൈലെടുത്ത് കംപ്ലീറ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയതാണ് ഫയൽ. കാരണം ഈ ഫയലെല്ലാം പുള്ളിയുടെ കയ്യിലെത്തിക്കൊണ്ട് പുള്ളി അതിനെക്കുറിച്ച് പഠിച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഷുഗറും എനിക്ക് എല്ലാം കൺട്രോൾഡാണെന്നുള്ളതാണ്. 12-ാം തീയതി അഡ്മിഷൻ ആകുന്നു. 13-ാം തീയതി സർജറി. അതും വേറൊരു ഞെട്ടലാണ്. കാരണം ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻ്റ് അഡ്മിറ്റായ മിനിമം ഒരാഴ്ചയിൽ എടുക്കണം എല്ലാം ചെക്ക് ചെയ്യാനായിട്ട്. ഒരു ചെക്ക് കാരണം അത് കഴിഞ്ഞാൽ വീണ്ടും 10 ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു സ്ലോട്ടുള്ളൂ. അങ്ങനെ 13-ാം തീയതി എൻ്റെ സർജറി ആയിരുന്നു. അതും ഒരു റിസ്ക് ആയിരുന്നു. എന്താണ് റോബോട്ടിക് സർജറി എന്നുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്കില്ല. ആൾക്ക് ഞാൻ പറയുന്നവർക്കും അറിയില്ല എന്താണെന്നുള്ളത്. അപ്പോൾ ഒരു ഡോക്ടർ എന്ന ഡോക്ടർ ഗംഗാധരൻ പറഞ്ഞത് ഓപ്പൺ സർജറിയാണ് നല്ലതെന്ന് പറഞ്ഞു. കാരണം ലേക്ഷോർ ഹോസ്പിറ്റലിൽ ഈ ഫെസിലിറ്റി ഇല്ല. ഞാനെടുത്ത തീരുമാനം, എൻ്റെ ദൈവം എനിക്ക് ഇത്രയും ദിവസമാണ് എൻ്റെ ജീവിതത്തിലേക്ക് തന്നിട്ടുള്ളതെങ്കിൽ അത് മതി. ഐ എം സോ ഹാപ്പി. അത് ഞാൻ പറയാറുണ്ട്. എനിക്കതാണ് സന്തോഷമായിട്ടുള്ള കാര്യം. പക്ഷെ അതായിരുന്നില്ല. സർജറി കഴിഞ്ഞു. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഒരു താമസം പോലെ ആയിരുന്നു. വളരെ പെട്ടെന്ന് തന്നെയാണ് ഞാൻ റിക്കവറിയിലേക്ക് എത്തിയത്. പിന്നെ മഹാത്മാഗാന്ധിയെ ഓർക്കുന്ന 1-2 ദിവസങ്ങളുള്ളത് എനിക്കുണ്ടായി. കാരണം നടത്താനായിട്ട് 2 പെണ്ണുങ്ങൾ പെൺകുട്ടിയുടെ എൻ്റെ ഇടതുവശം വലവശം ഇങ്ങനെ തോളയിൽ പിടിച്ചു പോയപ്പോൾ ഞാൻ മഹാത്മാഗാന്ധി ഇതുപോലെയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. വാർഡിലേക്ക് മാറ്റി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മിസസ് കെന്നിൻ്റെ വീട്ടിലാണ് ഞാൻ താമസിച്ചത്. തീർച്ചയായിട്ടും അതൊക്കെ എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമെന്ന് ഞാൻ പറയും. ദൈവസന്നിധിയിൽ അത് പറയുക എനിക്ക് അതിയായ സന്തോഷമാണ്. ഒന്ന്, ആരും കൂടുതൽ ആൾക്കാർ എന്നെ വിസിറ്റ് ചെയ്യരുതെന്നുള്ളതായിരുന്നു നിർദ്ദേശം. അവിടെ വീട്ടിൽ പോയപ്പോൾ ഡാനി, മിസസ് കെന്നിൻ്റെ ഹസ്ബൻഡ്, ഞാൻ അറിഞ്ഞില്ല, സാറിന് അവിടെ ഹീറ്റർ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് വിളിച്ചു പറഞ്ഞു ഹീറ്റർ അറേഞ്ച് ചെയ്തു. എനിക്ക് അവിടെ ഭക്ഷണം വെക്കാനായിട്ട് 2 പേര്, അവിടെ 2 പെൺകുട്ടിക്കാരെ അവിടെ വരുത്തി തന്നു. സുഖം വാഹനം അറേഞ്ച് ചെയ്തു. അങ്ങനെ 2-3 ആഴ്ച വളരെ സന്തോഷത്തോടുകൂടെ അവിടെ കഴിഞ്ഞു. യാതൊരു വിസിറ്ററും ഇല്ല. വളരെ സുഖമായിട്ട് ഒരു റിസോർട്ടിൽ താമസിക്കുന്ന പ്രതീതിയായിരുന്നു എനിക്ക്. തിരിച്ച് തിരിച്ച് സ്കൂളിലെത്തുകയാണ്. ഇവിടെ വന്നിട്ട് എൻ്റെ ഒരു ഫാമിലി, പറയുന്ന ഫാമിലിക്കാരും എന്നെ കാണാൻ വന്നില്ല. അത് എനിക്ക് പ്രത്യേകം നന്ദിയുണ്ട്. വരരുത് എന്ന് അഭ്യർത്ഥിച്ചിരുന്നു. വന്ന സുഹൃത്ത് എൻ്റെ അഭ്യർത്ഥന മാനിക്കാതെ വന്നവരെ എൻ്റെ മകൻ തിരിച്ചുവിടുകയും ചെയ്തു എന്നെ കാണിക്കാതെ. അതിനുള്ള വിഷമവും ഞാൻ ഇപ്രാവശ്യം ഈ സമയത്ത് പറയുകയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് എൻ്റെ ചെയർമാനാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തോട് പറഞ്ഞു. ഞാൻ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇത് പറയണം. എൻ്റെ സൊസൈറ്റിനോടും മോശനോടും പറഞ്ഞ് 3 ദിവസം ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന രാവിലെ ഉള്ള സുബ നിസ്കാരത്തിന് മുന്നേ ഒരു സമയമുണ്ട്. അവർക്ക് 3 മണി 4 മണിയാണോ തോന്നുന്നത്. ആ സമയത്ത് പ്രാർത്ഥിച്ചാൽ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. അതുകൊണ്ട് എൻ്റെ സാറിന് വേണ്ടിയിട്ട് ഞാൻ 3 ദിവസം ആ പ്രാർത്ഥനയാണ് ചെയ്യുന്നത്. സാറ് പറഞ്ഞത്, സാറിന് എത്ര ദിവസം വേണോ സാർ എടുത്തോളൂ, അതൊരു പ്രശ്നമില്ല. എന്നോടൊപ്പം എൻ്റെ മിസ്സസ് കെന്നിനെയും കൂടെ അവിടെ വിട്ടു, എൻ്റെ ഭാര്യയെ വിട്ടു. അതിനൊന്നും സാറിന് ഇഷ്ടമുള്ള സമയത്ത് സ്കൂളിൽ വന്നാൽ മതി, ഇഷ്ടമുള്ള സമയത്ത് പോകാം. അത് തന്നെയാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം. സാമ്പത്തികം വലിയൊരു വിഷയമാണ്.
ഞാൻ ഏത് സമയവും ഒന്ന് ഫോൺ ചെയ്താൽ എൻ്റെ മിസ്റ്റർ റാഫി അത് ആ സമയത്ത് എനിക്ക് ഒന്ന് അയച്ചു തരും. അതായിരുന്നു റാഫി എനിക്ക് ചെയ്ത ഒരു ഉപകാരം. കാരണം സാമ്പത്തികമായിട്ടുള്ള ഒരു വിഷയം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഫാമിലി എന്ന് പറയുന്നത്. ആ ഫാമിലി മെമ്പറിനൊരു ആവശ്യം വന്നപ്പോൾ അത് ചെന്നൈയിൽ നിന്നായിരുന്നാലും യു എയിൽ നിന്നാലും ഒരു ഫോൺ കോൾ മതി എനിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് കാശ് വരാം. അത് ആ രീതിയിലും എന്നെ മിസ്റ്റർ റാഫി കാര്യത്തിലേക്ക് സഹായിച്ചു. ഞാൻ ആ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും പറയും എൻ്റെ ഈ ഫാമിലി മെമ്പേഴ്സാണ് എന്നെ അത്രയും വഷളാക്കിയെന്നുള്ളത്. കാരണം മരുന്ന് കഴിക്കണം, ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം, ഈ കാര്യങ്ങളെല്ലാം എന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ സമ്മതിക്കത്തില്ല. അതിൻ്റെ നേതൃത്വം കൊടുക്കുന്നത് മിസ്റ്റർ മാജിദാണ്. സമയാവുമ്പോൾ എനിക്ക് ഭക്ഷണവും മരുന്നും വെള്ളവും സമയത്തിന് എടുത്തു തരുന്നത്. അതാണ് എനിക്ക് എൻ്റെ വീടാണെന്നോ എൻ്റെ സ്കൂളാണെന്നോ ഒരു മാറ്റം, ഒരു പ്രത്യേകത എനിക്ക് ഇതുവരെയും എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞാൽ വീട്ടിലായിരുന്നു കഴിഞ്ഞാൽ വെക്കേഷൻ സമയമാകുമ്പോൾ ഗിരീഷ് അവിടെ ഓടിയെത്തും, വിവേകും ഗിരീഷും ആ സമയത്ത് ഓടിയെത്തും. എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുവാനായിട്ട് ആരുണ്ടാകും. ഹോസ്പിറ്റലായിരുന്നപ്പോൾ എൻ്റെ മകൾ, എൻ്റെ മരുമകൻ, അതൊക്കെ എനിക്കൊന്ന് അവരെങ്ങനെയാണ് എൻ്റെ കുടുംബത്തോട് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ദൈവം തന്ന ഒരു സമയം അല്ലെങ്കിൽ ഒരു സന്ദർഭം എന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. എൻ്റെ മകന് അന്ന് സർജറി സമയത്ത് വരുവാൻ അവന് സാധിച്ചില്ല. അവൻ്റെ വിസ റിന്യൂവലിന് കൊടുത്തിരിക്കുന്ന സമയത്ത് പാസ്പോർട്ട് അവൻ്റെ കയ്യിലില്ല. വിസയെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു, അതിൽ വരാൻ സാധിച്ചില്ല. പക്ഷേ ആ ഒരു വിടവ് നികത്തിയത് എൻ്റെ സണ്ണിലാണ്. അവൻ 5 ദിവസവും എൻ്റെ മലവും എൻ്റെ മൂത്രവും എടുത്ത് അവൻ ഉറക്കമടച്ച് നോക്കി. അതെല്ലാം എനിക്ക് തോന്നുന്നു നമുക്കെല്ലാം അതൊക്കെ ഒരു അനുഗ്രഹമായിട്ട് കാണണം. അതെങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ നാം നമ്മുടെ സഹപ്രവർത്തകരോടും നമ്മുടെ കുടുംബത്തോടും നാം എപ്രകാരമാണോ നാം സഹകരിക്കുന്നത്, എങ്ങനെയാണോ നമ്മുടെ മക്കളെ നാം വളർത്തുന്നത്, അപ്പം നമുക്കും ദൈവം നമുക്ക് തരുന്നതിൽ അനുഗ്രഹങ്ങളാണ്. അങ്ങനെ എൻ്റെ മകളും എൻ്റെ മകനും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അവരും കാര്യങ്ങളൊക്കെ നോക്കി. ഇത് കഴിഞ്ഞാൽ ഞാനും മിസ്സസ് കെന്നും അവിടെ നിന്ന് പോന്നു. ഞാൻ പറയും ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഫോളോ ട്രീറ്റ്മെൻ്റ് എല്ലാം ദുബൈയിൽ നടത്താമെന്ന് പറയുന്നു. അവിടെ നിന്ന് ലെറ്ററും കാര്യങ്ങളൊക്കെ വാങ്ങി. വളരെ ഈസിയാണ് എന്നുള്ള മട്ടിൽ ഇവിടെ വന്നു. എൻ്റെ ഫോളോ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന അലൈനിലാണ്, അലൈൻ ഹോസ്പിറ്റൽ. അപ്പോൾ ഞാൻ പോയില്ല. കെന്നും വേറെ ആരുണ്ടായിരുന്നു? കെന്നു വന്നു. എൻ്റെ ഒരു ബ്രദറും കൂടെ ബ്രദറുമായിട്ട് പോയി. അവിടെ ചെന്ന് അതിനെക്കുറിച്ച് ആദ്യം അന്വേഷിച്ചപ്പോൾ എൻ്റെ ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റിന് 1.25 ലക്ഷം ദിർഹംസ് വേണം. അപ്പോൾ ഇത് കേട്ടിട്ട് ഒരു ഞെട്ടലോടുകൂടെ മിസ്സസ് കെൻ അവിടെ ഇരിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ പദ്ധതി എപ്രകാരമാണ് നടക്കുന്നെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ അവിടുത്തെ ഒരു സിസ്റ്റർ വരുന്ന ഒരു മലയാളി സിസ്റ്ററാണ്. എന്താണ് ഇങ്ങനെ സിസ്റ്റർ സുമ ചോദിച്ചു, എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, എൻ്റെ ബ്രദറിന് സുഖമില്ല. അപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ കോസ്റ്റ് ചോദിച്ചപ്പോൾ ഏകദേശം 1.25 ലക്ഷം ദിർഹംസ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുകയാണ്. ഈ സിസ്റ്റർ കെനിനെയും കൊണ്ട് നേരെ സോഷ്യൽ വർക്കറിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, എൻ്റെ ബ്രദർ ഒരു ചെറിയ സ്കൂളിൽ ചെറിയൊരു സ്ഥാനം വഹിക്കുന്ന ഒരാളാണ്. ചെറിയ സ്കൂളായിരുന്നു എന്നായിരുന്നാലും. പിന്നെ അദ്ദേഹം എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം വാങ്ങി നോക്കിയിട്ട് അവരൊന്ന് ഫോൺ ചെയ്തു. സിസ്റ്റർ സുമയിൽ സംസാരിച്ചു. ഇപ്പോൾ ഏകദേശം 250 ദിർഹംസ് കൊണ്ട് എൻ്റെ ഫോളോ ട്രീറ്റ്മെൻറ്റ് നടത്താൻ സാധിക്കും. ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ നടത്തിപ്പ് എപ്രകാരമാണെന്നുള്ളതാണ് ഞാൻ സാക്ഷി പറയുന്നത്. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കരുതൽ. ഞാൻ എന്തെങ്കിലും ആർക്കും ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ദൈവം എനിക്ക് മറ്റുള്ളവരിൽ കൂടെ ചിലപ്പോൾ ദൈവം എനിക്ക് തരുന്നതാണ്. ഇപ്പോൾ ഞാൻ ട്രീറ്റ്മെൻറ്റിന് അലൈൻ ഹോസ്പിറ്റലിൽ പോകും. അതിന് എൻ്റെ സാരഥി വാഹനം നിയന്ത്രണം തീരെ ഇല്ലാത്ത മിസ്റ്റർ നവാസാണ്. വളരെ അപ്പം എൻ്റെ ജീവിതം തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. കാരണം ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ട്
രണ്ടാഴ്ച 1-2 മാസം ആയിട്ടുള്ളൂ. എന്തായിരുന്നാലും ഞാനങ്ങനെ ഇരിക്കും. ചിലപ്പോൾ ഞാൻ ബെഡിൽ കിടന്നാൽ എനിക്ക് ഉറക്കം വരത്തില്ല. കാരണം ഇയാളെ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് ഒരു നിശ്ചയമില്ല. നമ്മുടെ സത്യം പറയണമല്ലോ. 2-4 ട്രിപ്പ് കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ച അലയിലെ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു. പെട്രോൾ അടിക്കാനായിട്ട് വാഹനം നിർത്തി പെട്രോൾ അടിച്ചു. ഞാൻ കിടക്കുകയാണ്. ഞാൻ പെട്ടെന്ന് ചാടി കഴിഞ്ഞിട്ട് വാഹനം നോക്കി, വെൽക്കം ടു അലൈൻ സിറ്റി. എടാ അതിങ്ങനെ വഴിയുള്ളൂ, ഇങ്ങനെ വഴിയുള്ളൂ. ബസ്സിൽ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് രോഗം മനസ്സിലായി. അപ്പോ അത്ര നിശ്ചയമാണ് വഴി. ഏകദേശം 1-2 ആഴ്ച ഓടിയ ഒരാള് അലയിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് പകുതി വഴി വന്ന് പെട്രോൾ അടിച്ചിട്ട് തിരിച്ചിങ്ങനെ കണ്ട് എണീറ്റ് നോക്കിയപ്പോ അലൈൻ സിറ്റി. അപ്പൊ ആദ്യത്തെ മറുപടി ഇങ്ങനെ വഴിയുള്ളൂ. അടുത്ത ദിവസം അതേ പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിച്ചിട്ട് തിരിച്ചുള്ള വഴി ഞാൻ കാണിച്ചു കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് വേറെ ദിവസം നോക്കിയപ്പോൾ ഏതോ ഒരു മോളിൽ പോയി വണ്ടി നിൽക്കുന്നു. തിരിച്ചു പറയും എനിക്ക് വഴി തെറ്റി. കാരണം എൻ്റെ ഫ്രസ്ട്രേഷൻ, എൻ്റെ ദേഷ്യം ഇതെല്ലാം തീർക്കുന്നത് എൻ്റെ സാരഥിയോട് കൊടുക്കുകയാണ്. അപ്പോൾ വഴി തെറ്റി. ഞാൻ പറഞ്ഞു സാരമില്ല. തിരിച്ച് വണ്ടി അജ്മാനിലേക്ക് വരികയാണ്. ഞാൻ പറഞ്ഞു സേവസി സാറിനൊന്ന് നൗഷാ സാറിന് ഒരിക്കലും മീറ്റിംഗ് കിട്ടും, നീ എവിടെയെങ്കിലും കൊണ്ട് എന്നെ ആക്കും. തിരിച്ചെനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമില്ല. നവാസ് അങ്ങനെ അവിടെ പോയാൽ എൻ്റെ ഭക്ഷണം, എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് നവാസാണ്. അപ്പോൾ ഞാനൊന്നും ഉറപ്പിച്ചു, എൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോഴത്തേക്കായാലും നല്ലൊരു ഡ്രൈവറാകും എന്നുള്ളൊരു ഉറപ്പ് ഇന്ന് ഞാൻ ഈ ഫാമിലിയുടെ മുന്നിൽ ഞാനത് പറയുകയാണ്. അങ്ങനെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ദൈവസന്നിധിയിൽ നിൽക്കാൻ സാധിച്ചുവെങ്കിൽ അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എൻ്റെ സുഹൃത്തുക്കൾ, ഞാൻ പഠിപ്പിച്ച എൻ്റെ ശിഷ്യഗണങ്ങൾ, അവരുടെ മാതാപിതാക്കൾ, വിദേശത്ത് പല രാജ്യത്തിലുള്ള പേരൻസ്, അവരോടെല്ലാം ഞാൻ ഈ സമയം ദൈവ സന്നിധിയിൽ ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. തീർച്ചയായിട്ടും ഈ നന്ദി ഞാൻ ആരോടാണ് ചെല്ലേണ്ടത്? ഞാൻ ഇവിടെ ഇന്ന് നിൽക്കുന്നുവെങ്കിൽ എൻ്റെ ദൈവത്തോടും എന്നെ സഹായിച്ച എല്ലാവരോടും ഈ സമയം ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നുണ്ട്. പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ സംഗ്രഹിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.